നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ദുരന്തത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് കെ മുരളീധരൻ. സ്വയം രാജിക്ക് തയ്യാറായില്ലെങ്കിൽ വീണ ജോർജിനോട് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടണം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട കാര്യമില്ലെന്നും കെ മുരളീധരൻ. കെ സുധാകരൻ മാറണമെന്ന് തനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല. പുതിയ പ്രസിഡന്റ് ജനങ്ങൾക്ക് ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയുന്ന ആളാകണമെന്നും മുരളീധരൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ദുരന്തം ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചയെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യത്തിലല്ല. VD സതീശൻ ചടങ്ങ് ബഹിഷ്കരിച്ചത് തലയിൽ ആൾതാമസമില്ലാത്തതുകൊണ്ടെന്നും കെ സുരേന്ദ്രൻ. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 180 ഗ്രാം രാസലഹരിയുമായി ഡാർക്ക് മർച്ചന്റ് ദീപക്കും യുവതിയും അറസ്റ്റിൽ. തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ ലഹരിവേട്ടകളിൽ ഒന്നെന്ന് പോലീസ്. ഭാരതീയ സംസ്കാരം എക്കാലത്തും പുതുമയോടെ നിലനിൽക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും എല്ലാവരുടെയും ക്ഷേമം ലക്ഷ്യം വെക്കുന്നതുമാണെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ജാതി ചോദിച്ച് മതം തിരിച്ച് കൊലവാളെടുക്കുന്ന ഭീകരതയെ ചെറുത്തുതോൽപ്പിക്കാൻ ഭാരതീയന് കഴിയണം. മാത്തൂരിൽ നടന്ന പൈതൃക ജില്ലാ പാലക്കാട് 2025 പരിപാടി ശ്രദ്ധേയമായി. വിഴിഞ്ഞം കേന്ദ്ര സർക്കാരിന്റെ കുഞ്ഞു തന്നെയെന്ന് തുഷാർ വെള്ളാപ്പള്ളി. ഇപ്പോൾ പലരും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ NDA മുന്നേറ്റമുണ്ടാക്കുമെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ പ്രചരണം ആരംഭിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി. തച്ചനാട്ടുകരയിൽ കുഞ്ഞിനെയെടുത്ത് അമ്മ കിണറ്റിൽ ചാടിയ സംഭവത്തിൽ കുഞ്ഞ് ചികിത്സയിലിരിക്കെ മരിച്ചു. 2.5 വയസ്സുള്ള കുഞ്ഞിനെയെടുത്ത് അമ്മ കിണറ്റിൽ ചാടിയത് ഇന്നലെ രാത്രി. പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കുഞ്ഞു മരിച്ചത് രാവിലെ. 17ാമത് നാഷണൽ ജൂനിയർ ഡോഡ്ജ് ബോൾ ചാമ്പ്യൻഷിപ്പിന് പട്ടാമ്പി മുതുതലയിൽ തുടക്കം. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് 20 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾ. കൊടും ചൂടിലും മത്സരങ്ങൾ ആവേശകരം. വാർത്തകൾ വിശദമായി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ദുരന്തത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് കെ മുരളീധരൻ. തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന സാഹചര്യത്തിൽ KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട കാര്യമില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ജീവൻ രക്ഷിക്കേണ്ട സ്ഥാപനം ജീവൻ നഷ്ടപ്പെടുത്തുന്ന സ്ഥാപനമായി മാറിയെന്ന് മെഡിക്കൽ കോളേജ് ദുരന്തവുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ പ്രതികരിച്ചു. സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണം. വീണ ജോർജിനോട് മുഖ്യമന്ത്രി തന്നെ രാജി ആവശ്യപ്പെടണമെന്ന് മുരളീധരൻ പറഞ്ഞു. സർക്കാർ ആശുപത്രികൾ താഴോട്ടു പോവുകയും സ്വകാര്യ ആശുപത്രികൾ തഴച്ചു വളരുകയുമാണ്. ഇത് സർക്കാരിന്റെ വീഴ്ചയാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ്, മറ്റെന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല. അവിടെ ഉണ്ടായ സംഭവത്തിൽ മനുഷ്യജീവൻ വരെ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കുണ്ട്. ജീവൻ രക്ഷിക്കേണ്ട സ്ഥാപനം, മലബാറിലെ ഏറ്റവും വലിയ ഒരു സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടായപ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കേണ്ടതാണ്. സർക്കാർ ആശുപത്രികളിൽ പോലും മനുഷ്യജീവന് സുരക്ഷിതത്വമില്ല എന്നുള്ളത് ഇന്നലത്തെ സംഭവത്തോടുകൂടെ തെളിഞ്ഞിരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന സാഹചര്യത്തിൽ KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട കാര്യമില്ല. ഇത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കണം. പുതിയ പ്രസിഡന്റ് ജനങ്ങൾക്ക് ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയാവുന്ന ആളാകണമെന്ന് മുരളീധരൻ പറഞ്ഞു. ആന്റണിയെയാണോ ഉദ്ദേശിച്ചത് എന്ന ചോദ്യത്തിന് ആന്റണിക്ക് യോഗ്യതയുള്ളതുകൊണ്ടാണ് MP ആയതെന്ന് മുരളീധരൻ പറഞ്ഞു. അതേസമയം കെ സുധാകരൻ മാറണമെന്ന് തനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. അല്ല, എല്ലാവരും യോഗ്യരാണ്. യോഗ്യത ആളായതുകൊണ്ടാണ് MP-മാരാക്കിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ യോഗ്യതയില്ലാത്തവരെ ജനം തിരഞ്ഞെടുക്കുകയൊന്നുമില്ലല്ലോ. പക്ഷേ മൊത്തത്തിൽ പറയുന്നത് കാര്യം, ആര് പ്രസിഡന്റ് ആക്കണം എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിച്ചോട്ടെ. പക്ഷേ കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന, ഫോട്ടോ കണ്ടാൽ ആളെ തിരിച്ചറിയുന്ന വ്യക്തി വേണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലല്ല, എല്ലാ തീരുമാനങ്ങളും ഹൈക്കമാൻഡ് എടുക്കട്ടെ. ആരെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാർക്കും ഞാൻ ഒരു വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ മൊത്തത്തിലുള്ളൊരു ചിത്രം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്റെ അഭിപ്രായം മാറേണ്ടതില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ദുരന്തം ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചയെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ആരോഗ്യമന്ത്രി രാജിവെക്കണം. രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യത്തിലല്ലെന്നും കെ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ദുരന്തത്തിൽ സർക്കാരിന്റെ അലംഭാവവും അനാസ്ഥയുമാണ് വ്യക്തമാകുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. കുറ്റകരമായ അനാസ്ഥയുണ്ടായി. ആരോഗ്യമന്ത്രി രാജിവെക്കണം. കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മന്ത്രി പോലും വിഷയത്തിൽ ഫലപ്രദമായി ഇടപെട്ടില്ലെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു. അവർ മറ്റ് വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അത്യാഹിത വിഭാഗത്തിലുണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള ദുരന്തം സർക്കാരിൻ്റെ പിടിപ്പുകേടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുന്നു എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർക്കാരിൻ്റെ തികഞ്ഞ അലംഭാവവും കുറ്റകരമായ അനാസ്ഥയുമാണ് മരണസംഖ്യ ഉയരാൻ കാരണം. സംഭവം നടന്ന ഉടനെ ആരോഗ്യവകുപ്പ് അധികൃതരോ ജില്ലാ ഭരണകൂടമോ ഒരു തരത്തിലും ഇടപെടാൻ തയ്യാറായില്ല. 5 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. കേരളം നമ്പർ 1 ആണ് ആരോഗ്യരംഗത്ത് എന്ന് ആവർത്തിച്ച് പറയുന്ന ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതാണ്. കോഴിക്കോട് ദുരന്തം സർക്കാരിൻ്റെ സൃഷ്ടിയാണ്. ആരോഗ്യവകുപ്പിൻ്റെ ഗുരുതരമായ വീഴ്ചയാണ്. സംഭവമുണ്ടായി മണിക്കൂറുകളോളം ഒരു തരത്തിലുള്ള കരുതൽ നടപടിയും ഉണ്ടായില്ല. ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും തികഞ്ഞ കുറ്റകരമായ അനാസ്ഥ കാണിച്ചു. കോഴിക്കോട്ടെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് രാജിവെക്കണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യത്തിലല്ല, കേന്ദ്ര സർക്കാർ നൽകിയ ലിസ്റ്റ് പ്രകാരമാണ് അദ്ദേഹം പങ്കെടുത്തത്. വിജയൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ നാട്ടിൽ ഭാരത് മാതാക്ക് ജയ് വിളിക്കും. നിങ്ങൾ എന്ത് അസംബന്ധമാണ് പറയുന്നത്? CPMന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഇല്ലേ, വാസവം വായിച്ചല്ലോ. നിങ്ങൾ എവിടെയായിരുന്നു? LDF വന്നാൽ എല്ലാം ശരിയാവും. അത് അവരുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം അവിടെ മുഴക്കാൻ പൊതുവേദിയിൽ പൊതുപ്രസംഗത്തിൽ മുഴക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് പരാതിയില്ലല്ലോ. സർക്കാർ ചടങ്ങിൽ ആരെങ്കിലും തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പറയുമോ? അപ്പോൾ ഇതൊക്കെ ഒരു വശത്ത് മാത്രമാണ്. ഇവിടെ കെ സുധാകരൻ എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ പറയുന്നു. കേന്ദ്ര ഗവൺമെന്റ് അതിഥികളെ നിശ്ചയിച്ച പോലെ സംസ്ഥാന സർക്കാരിനും ആളുകളെ നിശ്ചയിക്കാം. മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് ഒരാളെ വേദിയിൽ ഇരുത്താനാകില്ല. അദ്ദേഹം പരാതി പറയേണ്ടത് അമ്മായി അച്ഛനോടാണ്. തലയിൽ ആൾതാമസമില്ലാത്തതുകൊണ്ടാണ് VD സതീശൻ ചടങ്ങ് ബഹിഷ്കരിച്ചതെന്നും കെ സുരേന്ദ്രൻ ആക്ഷേപിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കില്ലെന്ന് BJP പറയില്ല. UDF പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് ആത്മഹത്യാപരമായ തീരുമാനമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭാരതീയ സംസ്കാരം എക്കാലത്തും പുതുമയോടെ നിലനിൽക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും എല്ലാവരുടെയും ക്ഷേമം ലക്ഷ്യം വെക്കുന്നതാണെന്നും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ജാതി ചോദിച്ച് മതം ചോദിച്ച് കൊലപ്പെടുത്തുന്ന ഭീകരതയെ ചെറുത്തുതോൽപ്പിക്കാൻ ഭാരതീയ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്ന നമുക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മാത്തൂർ അഞ്ചുമൂർത്തി ക്ഷേത്ര അങ്കണത്തിൽ സംഘടിപ്പിച്ച പൈതൃക ജില്ലാ പാലക്കാട് 2025 എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാത്തൂർ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രാങ്കണത്തിൽ സന്ദീപിനി സാധനാലയ ചാരിറ്റബിൾ വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൈതൃക ജില്ലാ പാലക്കാട് 2025 ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരുടെയും ക്ഷേമം ലക്ഷ്യം വയ്ക്കുന്ന വസുദൈവ കുടുംബകമാണ് ഭാരതീയ സനാതനധർമ്മത്തിന്റെ കാതലായ വശമെന്നും ജാതി ചോദിച്ച് മതം തിരിച്ച് കൊലപ്പെടുത്തുന്ന ഭീകരതയെ ചെറുത്തുതോൽപ്പിക്കാൻ ഭാരതീയ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്ന നമുക്ക് സാധിക്കണമെന്നും ഗവർണർ ആലേക്കർ പറഞ്ഞു. Witnessing some changes in the society. Changes in the society come when there are changes in our hearts, and that heart changing is happening these days. We have just released 2 books on your behalf. I have released them, and these 2 books, one is
untold narrative, and another is about our tribals, our Vanvasi Bandhu, and regarding them. Both the books are very much necessary to understand what is happening in our society, what the narrative is being set, how the tribals are being treated, how they were treated in earlier years. These books are very much important. Then we have also felicitated some people here. The word people, common people, is not suiting for them. It should not. Because they are the leaders of our society. They are the guides for our society. That is the reason why we have felicitated them. They have served the society without keeping any reservations, without keeping anything for themselves. That is the reason why we have felicitated them. RSS പ്രചാരക് എസ് സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. മുൻ DIG അജിത് കുമാർ വർമ്മ, സന്ദീപനി സാധനാലയ വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ KK പത്മഗിരീഷ്, ചിന്മയ മിഷൻ പാലക്കാട് തലവൻ സ്വാമി അശേഷാനന്ദ സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. ശ്രുതി ശ്യാം സ്വാഗതവും നിവേദ്യ കൃഷ്ണകുമാർ പ്രാർത്ഥനാഗീതവും ആലപിച്ചു. ചടങ്ങിൽ പാലക്കാടൻ പൈതൃകത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ പ്രശസ്തരായവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വിഴിഞ്ഞം കേന്ദ്ര സർക്കാരിന്റെ കുഞ്ഞു തന്നെയെന്ന് തുഷാർ വെള്ളാപ്പള്ളി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ NDA മത്സരിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പാലക്കാട്ട് പറഞ്ഞു. കടമായിട്ടാണെങ്കിലും വിഴിഞ്ഞം പദ്ധതിക്ക് കേന്ദ്രവും ഫണ്ട് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പലരും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. വിഴിഞ്ഞം കേന്ദ്ര സർക്കാരിൻ്റെ കുഞ്ഞു തന്നെ. പ്രചരണങ്ങൾ മാത്രമല്ല, കാര്യം ഇന്ത്യ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നമുക്ക് കേരളത്തിൽ തന്നെ ആലപ്പുഴ, അതുപോലെ തന്നെ കൊല്ലം ഉൾപ്പെടെയുള്ള നമ്മുടെ ഹൈവേകൾ മുഴുവൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തിന് മുമ്പുള്ള കാലം തൊട്ട് തന്നെ ചർച്ചയിലിരിക്കുന്ന വിഷയമാണ്. ഇതുവരെ ഇതാരും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നരേന്ദ്ര മോദി സർക്കാർ വന്ന ശേഷം നമുക്കറിയാം ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഏതാണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ വിഴിഞ്ഞ തുറമുഖ പദ്ധതി എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ ആർക്ക് വേണമെങ്കിലും എല്ലാവർക്കും കല്ലിട്ടതൊരാൾ, നടത്തിയതൊരാൾ എന്നൊക്കെ പറയാം. യഥാർത്ഥത്തിൽ അത് പിന്നെ NDA സർക്കാരിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കുഞ്ഞു തന്നെയാണ്, സംശയമുള്ള കാര്യമില്ല. രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടന വേദിയിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചത് വിവാദമാക്കേണ്ടതില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഇതിപ്പോൾ പ്രധാനമന്ത്രി വന്ന ഒരു വേദിയിൽ അദ്ദേഹം കയറി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി ഒരുപാട് പറയേണ്ട കാര്യമുണ്ട്. മുദ്രാവാക്യം വിളിച്ചത് അദ്ദേഹം BJP നേതാവെന്നൊന്നും അല്ല വിളിച്ചത്. അതൊന്നുമല്ലല്ലോ വിളിക്കാത്ത കാര്യം പറയുന്നത്. എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും കണ്ടതാണ്. BJP നേതാവ് വിളിച്ച ഞാൻ കണ്ടിട്ടില്ല. കൗൺസിലർമാർ വിളിക്കുന്ന ആളെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ NDA മത്സരിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ പ്രചരണം ആരംഭിക്കുമെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പോലെ നിലമ്പൂരിലും മുന്നേറ്റമുണ്ടാക്കുമെന്നും SNDPക്ക് ഒരു രാഷ്ട്രീയ കക്ഷിയുമായും പ്രത്യേക അടുപ്പമില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. കാര്യം കഴിഞ്ഞ പ്രാവശ്യം തന്നെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഏതാണ്ട് ഒരു സീറ്റ് ജയിക്കുകയും മറ്റുള്ള സീറ്റുകളിലെല്ലാം വലിയ രീതിയിലുള്ള മുന്നേറ്റം നടക്കുകയും പിന്നെ അതുകൂടാതെ പാർലമെൻറ്റ് നിയമസഭാ സീറ്റുകൾ നോക്കുകയാണെങ്കിൽ 10-20 സീറ്റുകളോ നമ്മൾ ലീഡ് ചെയ്യുന്ന അവസ്ഥയിലൊക്കെ ഉള്ളതാണ്. ശക്തമായിട്ടുള്ള മത്സരം ഉണ്ടാവും. LDF UDF അവിടെ പ്രചാരണ പ്രവർത്തനം തുടങ്ങി. NDA ഒന്നും തുടങ്ങിയിട്ടില്ല. ആ തീരുമാനം എടുത്തിട്ടില്ല. അടുത്ത ദിവസം തീരുമാനം എടുത്തിട്ട് ക്യാൻഡിഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ടേ പ്രചരണം തുടങ്ങും. മത്സരരംഗത്തുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും. SNDP കൂടുതലായിട്ട് CPM-ആയിട്ട് അടുക്കുകയാണ്. SNDP യോഗം അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഒന്നുമായിട്ട് പ്രത്യേക അടുപ്പവും വിരോധവും ഇല്ല. അതൊരു സാമുദായിക സംഘടനയാണ്. ശരി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തച്ചനാട്ടുകരയിൽ കുഞ്ഞിനെ എടുത്ത് അമ്മ കിണറ്റിൽ ചാടിയ സംഭവത്തിൽ കുഞ്ഞ് മരിച്ചു. തച്ചനാട്ടുകര കൂത്തുപറമ്പ് വീട്ടിൽ ചന്ദ്രൻ്റെ മകൾ 27 വയസ്സുള്ള കാഞ്ചന, 2.5 വയസ്സു പ്രായമുള്ള കാശി എന്ന് വിളിക്കുന്ന വേദിക്കുമാണ് കിണറ്റിൽ ചാടിയത്. ഇരുവരെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ കുഞ്ഞ് രാവിലെ മരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് അമ്മയും കുഞ്ഞും വീട്ടിലെ കിണറ്റിൽ ചാടിയത്. രാത്രി ശക്തമായ കാറ്റും മഴയുമുണ്ടായ സമയത്ത് വൈദ്യുതി തടസ്സം നേരിട്ടിരുന്നു. ഈ സമയത്തായിരുന്നു സംഭവം. വീട്ടുകാർ കാഞ്ചനയെ സമീപത്തെ വീട്ടിൽ അന്വേഷിച്ചെങ്കിലും കണ്ടില്ല. തുടർന്ന് കിണറിൻ്റെ പൈപ്പ് ഇളകുന്നത് കണ്ടപ്പോഴാണ് കിണറ്റിൽ വീണെന്ന് മനസ്സിലായത്. ഉടൻ ഫയർഫോഴ്സിനെയും നാട്ടുകൽ പോലീസിനെയും അറിയിച്ചു. ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും
രാവിലെ കുട്ടി മരണപ്പെട്ടു. ചെമ്മാണിയോട് പയ്യുംപുള്ളി പടിക്കൽ ഷിജുവാണ് കാഞ്ചനയുടെ ഭർത്താവ്. മാസങ്ങളായി കാഞ്ചന സ്വന്തം വീടായ തച്ചനാട്ടുകര കൂത്തുപറമ്പിൽ മാതാപിതാക്കൾക്കൊപ്പമാണ് താമസം. നാട്ടുകൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കൊടകരയിൽ വൻ ലഹരി മരുന്ന് വേട്ട. 180 ഗ്രാം മുന്തിയ ഇനം രാസലഹരിയുമായി ഡാർക്ക് മർച്ചന്റ് ദീപക്കും നോർത്ത് പറവൂർ സ്വദേശിനിയും പിടിയിലായി. തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടകളിൽ ഒന്നാണിതെന്ന് പോലീസ് പറഞ്ഞു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കൊടകര മേൽപ്പാലത്തിന് സമീപത്ത് വെച്ചാണ് 180 ഗ്രാം മാരക രാസലഹരിയായ MDMAയുമായി 2 പേരെ പിടികൂടിയത്. ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂർ കല്ലംകുന്ന് ചിറയിൽ വീട്ടിൽ 30 വയസ്സുള്ള ദീപക് രാജു, എറണാകുളം ജില്ലാ നോർത്ത് പറവൂർ മൂത്തകുന്നം സ്വദേശിനി 22 വയസ്സുള്ള ദീക്ഷിത എന്ന യുവതിയുമാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത്. തൃശൂർ ഇരിങ്ങാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക് മുമ്പും ലഹരിമരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും ഇയാൾ ലഹരിക്കടത്തും വിൽപ്പനയും തുടരുകയായിരുന്നു. ചില്ലറ വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുന്തിയ ഇനം രാസലഹരിയാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടകളിൽ ഒന്നാണിത്. പ്രതികൾ ഉൾപ്പെടുന്ന ലഹരി സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. റൂറൽ DCB DYSP ഉല്ലാസ് കുമാർ, ചാലക്കുടി DYSP K സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മയക്കുമരുന്ന് വിതരണ മേഖലയിൽ ഡാർക്ക് മർച്ചൻ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദീപക് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ 2021 10 കിലോ കഞ്ചാവ് കടത്തിന് പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ ആളാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് അന്ന് പിടിയിലായത്. പിന്നീടും നിരവധി തവണ ഹാഷ് ഓയിലും കഞ്ചാവുമായി ഇയാൾ പിടിയിലായിട്ടുണ്ടെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ലഹരി വിൽപ്പന തുടർന്നു വരികയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സിൽ കൊടകരയിലിറങ്ങി മേൽപ്പാലത്തിന് കീഴിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം ലക്ഷ്യമാക്കി നടന്നു വരുമ്പോഴാണ് ഇവരെ പോലീസ് സംഘം പിടികൂടിയത്. ബാംഗ്ലൂരിൽ ഇവർക്ക് രാസലഹരി കൈമാറിയ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തെപ്പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 17ാമത് ജൂനിയർ നാഷണൽ ഡോഡ്ജ് ബോൾ ചാമ്പ്യൻഷിപ്പിന് പട്ടാമ്പി മുതുതലയിൽ തുടക്കമായി. രാജ്യത്തെ 20 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾ മത്സരങ്ങളിൽ പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട്. കനത്ത ചൂടിലും ആവേശകരമായ പോരാട്ടമാണ് നടക്കുന്നത്. കേരളം വീണ്ടും ഒരു ദേശീയ കായിക മാമാങ്കത്തിന് വേദിയായിരിക്കുകയാണ്. 17ാമത് ജൂനിയർ നാഷണൽ ഡോഡ്ജ് ബോൾ ചാമ്പ്യൻഷിപ്പിനാണ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് മുതുതലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. മുതുതല AUP സ്കൂളാണ് ചാമ്പ്യൻഷിപ്പിന് വേദിയായിരിക്കുന്നത്. കനത്ത ചൂടിലും ആവേശകരമായ പോരാട്ടമാണ് ടീമുകൾ കാഴ്ചവെക്കുന്നത്. രാജ്യത്തെ 20 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു വരുന്നുണ്ട്. നാട്ടിൻപുറങ്ങളിൽ അധികം പ്രചാരം നേടിയിട്ടില്ലാത്ത ഡോഡ്ജ് ബോൾ മത്സരം വീക്ഷിക്കാൻ നിരവധി ആളുകൾ മുതുതലയിലെ സ്കൂളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇതിനകം 400ഓളം കായിക താരങ്ങൾ പങ്കെടുത്തു വരുന്നുണ്ടെന്നും ആവേശകരമായ മത്സരങ്ങളാണ് നടക്കുന്നതെന്നും സംഘാടകരിൽ ഒരാളായ അരുൺ പറഞ്ഞു. 17ാമത് ജൂനിയർ ഡോഡ്ജ് ബോൾ നാഷണൽ ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത്. പാലക്കാട് AUP സ്കൂൾ മുതുതലയിൽ വെച്ചിട്ടാണ്. 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെയാണ് ചാമ്പ്യൻഷിപ്പ്. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ 20ഓളം സംസ്ഥാനങ്ങളിൽ നിന്നായി ഏകദേശം 350-ൽ പരം കായിക താരങ്ങളാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ ഒഫീഷ്യൽസ്, കോച്ചസുകൾ, അങ്ങനെയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇവിടെയുണ്ട്. ഭക്ഷണം, അതുപോലെയുള്ള താമസ സൗകര്യങ്ങൾ, അതുപോലെയുള്ള മാറ്റ് ഉൾപ്പെടെയുള്ള ട്രാവലിംഗ് റെയിൽവേ സ്റ്റേഷൻ ടു സ്കൂൾ ട്രാവലിംഗ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള കേരള ഡോഡ്ജ് ബോൾ അസോസിയേഷനിൽ ഒരുപാട് പേരുണ്ട്. എസ്പെഷ്യലി അജ്മൽ ഇർഷാദ്, ശരത്ത്,
അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ദേശീയ സെക്രട്ടറിയാണ് മിസ്റ്റർ ബ്രാർ. അദ്ദേഹം നാളെ എത്തും. ക്ലോസിംഗ് സെറമണിക്കാണ് അദ്ദേഹം എത്തുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ തമിഴ്നാട് സെക്രട്ടറിയാണ് ഇദ്ദേഹം, ഇളയരാജ സാർ. അതുപോലെ ഗോവൻ സെക്രട്ടറി, കർണാടക സെക്രട്ടറി ലക്ഷ്മൺ സാർ. അങ്ങനെ ഒരുപാട് സെക്രട്ടറീസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയ. ഗ്രൗണ്ട് ഇൻചാർജാണ് അവർ. ഓരോരോ ഇൻചാർജുകൾ നാഷണൽ ബോഡിയിൽ ഓരോരോ ഡ്യൂട്ടീസാണ് ഇടാറുള്ളത്. അതുപോലെ ഇത് വളരെ ലഘുവായി കളിക്കാൻ പറ്റുന്നതും വളരെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ളൊരു കളിയാണ്. ആവേശകരമായ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 6-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മലമ്പുഴയിൽ ട്രെയിനിടിച്ച് 9 പശുക്കൾ ചത്തു. അലക്ഷ്യമായി കന്നുകാലികളെ അഴിച്ചുവിട്ട ഉടമകൾക്കെതിരെ കേസെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മലമ്പുഴ നവോദയ വിദ്യാലയത്തിന് സമീപം കാത്തിരക്കടവ് കൊട്ടേക്കാട് പുഴപ്പാലം പരിസരത്താണ് തീവണ്ടിയിടിച്ച് 9 പശുക്കൾ ചത്തത്. ശനിയാഴ്ച പുലർച്ചെ 12 മണിയോടെയാണ് അപകടമുണ്ടായതെന്ന് കരുതുന്നു. മലമ്പുഴ പോലീസ്, റെയിൽവേ അധികൃതർ, മൃഗഡോക്ടർ എന്നിവർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അലക്ഷ്യമായി കന്നുകാലികളെ അഴിച്ചുവിട്ട ഉടമയ്ക്കെതിരെ കേസെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ചത്ത പശുക്കൾക്ക് ഇൻഷുറൻസ് തുക ലഭിക്കാൻ സാധ്യതയില്ലെന്ന് മൃഗഡോക്ടർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ കൈമകുന്നത്തുകാവിൽ നടക്കുന്നത് ക്ഷേത്ര സംസ്കാരത്തിന് യോജിക്കാത്ത കാര്യങ്ങളെന്ന് ഭക്തജനസംഘം. ട്രസ്റ്റികൾ ക്ഷേത്രം അഴിമതിയുടെയും ധൂർത്തിൻ്റെയും അരങ്ങാക്കി. ജില്ലാ കളക്ടർ, ദേവസ്വം ബോർഡ് എന്നിവർക്ക് പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ പ്രത്യക്ഷ സമര പരിപാടികൾ ആരംഭിക്കാനാണ് തീരുമാനമെന്ന് ഭാരവാഹികൾ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിനക്കത്തൂർക്കാവ് കഴിഞ്ഞാൽ വരുമാനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന മണ്ണൂർ കൈമകുന്നത്തുകാവിലെ അഴിമതി നടത്തുന്നത് ക്ഷേത്രം ട്രസ്റ്റികളാണ്. പാരമ്പര്യ ട്രസ്റ്റി എന്ന അധികാരം ഉപയോഗിച്ചാണ് ക്ഷേത്ര സംസ്കാരത്തിന് നിരക്കാത്ത കാര്യങ്ങൾ നടത്തുന്നത്. ഭക്തർ കൊടുക്കുന്ന വഴിപാടുകളിലും ക്ഷേത്ര വരുമാനത്തിലും കൈയിട്ട് വാരുകയാണ്. ഭക്തരുടെ പണം ഉപയോഗിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനത്തിലും അഴിമതി നടന്നിട്ടുണ്ട്. ആവശ്യങ്ങൾക്കോ ക്ഷേത്ര സംസ്കാരത്തിന് വേണ്ടി വിനിയോഗിക്കാത്ത തരത്തിൽ അത് മുഴുവൻ ട്രസ്റ്റിയുടെ മാത്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ അംഗീകൃതമായ ദേവസ്വം ബോർഡിന്റെ നിയമങ്ങൾ പാലിക്കേണ്ട ക്ഷേത്രത്തില് അവരുടെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ട്രസ്റ്റി ബോർഡ് അവരുടെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുക, കണക്കുകൾ ബോധ്യപ്പെടുത്താതിരിക്കുക, നിയമന തത്വങ്ങൾ അട്ടിമറിക്കുക എന്നിവ പതിവായി മാറി. കെടുകാര്യസ്ഥതയിൽ നിന്നും അഴിമതിയിൽ നിന്നും ധൂർത്തിൽ നിന്നും ക്ഷേത്രത്തിനെ മോചിപ്പിക്കണമെന്നതാണ് ഭക്തജന കൂട്ടായ്മയുടെ ആവശ്യം. ക്ഷേത്ര നടത്തിപ്പിൽ ഭക്തജന പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന ആവശ്യവും ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്നില്ല. ക്ഷേത്രം വെളിച്ചപ്പാടിനോട് മനുഷ്യത്വരഹിതമായാണ് ട്രസ്റ്റികൾ പെരുമാറുന്നത്. വേതനം നൽകാതെയും വെളിച്ചപ്പാടിൻ്റെ വാളും ചിലമ്പും എടുത്തുമാറ്റിയും കള്ളക്കേസിൽ കൊടുക്കുകയാണ്. ഇതിനെതിരെ 8-ന് ക്ഷേത്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ക്ഷേത്ര ജീവനക്കാര് ക്ഷേത്ര സംസ്കാരമില്ലാത്ത രീതിയിൽ മദ്യപിച്ചുകൊണ്ട് ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ പോയ ഒരു സംഭവം ഈ ഇടയ്ക്കുണ്ടായി. അതിനെതിരെ ഭക്തജനങ്ങൾ കളക്ടർക്ക്, ദേവസ്വം കമ്മീഷണർക്ക്, അസിസ്റ്റന്റ് കമ്മീഷണർക്ക്, ചെയർമാൻ ഇവർക്കൊക്കെ പരാതികൾ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമുക്ക് കിട്ടുന്നില്ല. 10-20 വർഷമായി അവിടെ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടായി ക്ഷേത്ര വിശ്വാസികളുടെ മനസ്സിനുള്ളിലേക്ക് വേദന ജനിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഇനി റിട്ടയർഡ് ആവാൻ ആകെ 2 വർഷമുള്ളൂ. ആ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ബാലിശമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഏകദേശം 10 മാസമായി 1 രൂപ പോലും ശമ്പളം കൊടുക്കാതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിനെതിരെ 6-7 കള്ള കേസുകൾ കൊടുത്ത് ട്രസ്റ്റി ബോർഡ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നു. വിവേക് കേരളശ്ശേരി, എൻ തങ്കപ്പൻ, വി കെ ഹരി, രാജേന്ദ്രൻ പൊതിയത്ത്, കെ രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വസ്തുതകൾ വിളിച്ചു പറഞ്ഞാൽ മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന സ്ഥിതി വർദ്ധിച്ചു വരികയാണെന്ന് എഴുത്തുകാരൻ രഘുനാഥൻ പറളി. ദിവാനെതിരെ വാർത്ത എഴുതിയതിൻ്റെ പേരിൽ മാധ്യമസ്ഥാപനം പൂട്ടിച്ച കാലഘട്ടത്തിൽ നിന്ന് വലിയ മാറ്റം സംഭവിച്ചിട്ടില്ലെന്ന് പാലക്കാട് പ്രസ് ക്ലബിൻ്റെ പത്രസ്വാതന്ത്ര്യ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത രഘുനാഥൻ പറളി പറഞ്ഞു. നിശിതമായ പ്രതിപക്ഷ പത്രപ്രവർത്തനം നടത്തപ്പെട്ടതിനാലാണ് പത്രസ്ഥാപനം അടപ്പിച്ച്
സ്വദേശാഭിമാനിയെ നാടുകടത്തിയത്. ഇന്ന് ഭരണകൂടങ്ങളും കോർപ്പറേറ്റുകളും മാധ്യമങ്ങൾക്ക് നേരെ തിരിയുന്നതിൻ്റെ പ്രധാന കാരണം സഹിഷ്ണുതയും വിമർശനം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തതുമാണ്. നിലനിൽപ്പ് പണത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാവുന്നത് സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാണെന്നും രഘുനാഥൻ പറളി പറഞ്ഞു. ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോഴും ഓരോ വർഷവും മാധ്യമ സ്വാതന്ത്ര്യ ഇൻഡെക്സിൽ ഇന്ത്യ പിറകിലേക്ക് പോവുകയാണ്. സോഷ്യൽ മീഡിയ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും രഘുനാഥൻ പറളി കൂട്ടിച്ചേർത്തു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഈ ദിവാന്റെ കണ്ണിൽ കരടാവുകയും രാജാവിനെ തന്നെ വിമർശിച്ചുകൊണ്ട് രാജത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു എഴുത്തിലേക്ക് കടന്നുകൊണ്ട് പൊതുവിൽ ഒരു വലിയ നമ്മൾ പറയുന്ന നോം ചോംസ്കി ഒക്കെ പറയാറുള്ള ഒരു നിത്യപ്രതിപക്ഷമായി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നിന്നപ്പോൾ സ്വാഭാവികമായിട്ടും പത്രം കണ്ടുകെട്ടിയ കാര്യവും അദ്ദേഹം നാടുകടത്തപ്പെടുകയുമാണ് ചെയ്തത്. അന്ന് അല്ലെങ്കിൽ രാമകൃഷ്ണപിള്ളയിൽ നിന്ന് ഇന്നത്തെ പത്ര ലോകത്തേക്കുള്ള ദൂരത്തിൽ സത്യത്തിൽ ആലോചിച്ചാൽ കാതലായ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ശ്രീനേഷ്, പ്രസിഡന്റ് നോബിൾ ജോസ്, രമേശ് എഴുത്തച്ഛൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് അമ്പലപ്പാറയിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ 1474 മണ്ഡലങ്ങളിലൂടെയാണ് ജെബി മേത്തറിന്റെ മഹിളാ സാഹസ് കേരള യാത്ര. യാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് അമ്പലപ്പാറയിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നൽകിയത്. മാതൃകയാണ് നമുക്ക് ഓരോരുത്തർക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ ഒരു വാക്കുണ്ട്, there are two kinds of people, those who does the work and those who take the credit. Try to be in the first lot, there is less competition there. ഇന്ദിരാഗാന്ധി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഈ ലോകത്തുള്ളത്. ഒന്ന് ജോലി ചെയ്യുന്നവരും മറ്റേത് ക്രെഡിറ്റ് എടുക്കുന്നവരും. പ്രിയദർശിനിക്ക് ആ സഹായിച്ചവരെ വേണമെങ്കിൽ മറക്കാമായിരുന്നു. പക്ഷേ അതല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം ഈ പ്രദേശത്തെ കോൺഗ്രസിന്റെയും INTUCയുടെയും മുഴുവൻ സഹപ്രവർത്തകരുടെയും മഹിളാ കോൺഗ്രസിന്റെ ഒക്കെ പൂർണ്ണമായ സഹകരണം എനിക്ക് ലഭിച്ചു എന്ന് ധൈര്യത്തോടെ അഭിമാനത്തോടെ പറയുന്ന മണ്ഡലം പ്രസിഡന്റ് പ്രിയദർശിനി മാതൃകയാണ്. മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ആരുണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ മഹിളകൾക്കൊപ്പം മഹിളാ കോൺഗ്രസ് ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് ഈ യാത്ര കടന്നു വരുന്നത്. നമുക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര. അത് കാസർഗോഡ് കല്യോട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷുഹൈബിന്റെയും ശരത് ലാലിന്റെയും സ്മൃതി മണ്ഡപം. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയദർശിനി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ മാസ്റ്റർ, UDF മണ്ഡലം ചെയർമാൻ ഗിരീശൻ മാസ്റ്റർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ, മണ്ഡലം പ്രസിഡന്റ് KK സാജൻ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷീബ, മോഹനകുമാരി, പാഞ്ചാലി, INTUC മണ്ഡലം പ്രസിഡന്റ് P സൂര്യൻ, MP മുജീബ്, P അബ്ദുൽ ഖാദർ, PS രാധാകൃഷ്ണൻ, P ദിവാകരൻ, പ്രദീപ് കുന്നക്കാവ്, ബഷീർ, ദുറാവു, K കബീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കറുത്തവൻ്റെ അധസ്ഥിതവർഗത്തിൻ്റെ വേദനകൾ പാടി സമൂഹത്തിൽ കൊടുങ്കാറ്റ് വിതയ്ക്കുന്ന വേടൻ്റെ ശബ്ദം ലഹരിയുടേതാണെന്ന് വരുത്താൻ ശ്രമിക്കുന്ന മാധ്യമരീതി വിമർശിക്കപ്പെടേണ്ടതാണെന്ന് AISF ജില്ലാ പ്രസിഡന്റ് S സുമല പറഞ്ഞു. മങ്കരയിൽ സംഘടിപ്പിച്ച AISF പാലക്കാട് മണ്ഡലം ഏകദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. AISF പാലക്കാട് മണ്ഡലം ഏകദിന പഠന ക്യാമ്പിനാണ് സമാപനമായത്. മങ്കര പഞ്ചായത്ത് മണ്ഡപത്തിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് S സുമല ഉദ്ഘാടനം ചെയ്തു.
മണ്ഡലം പ്രസിഡന്റ് UV ശങ്കർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ കലാ സാംസ്കാരിക രംഗത്തെ കാർന്നു തീർന്നുകൊണ്ടിരിക്കുന്നതും ഭാവി തലമുറയുടെ ചിന്താശേഷി ഇല്ലാതാക്കുന്നതുമായ പലവിധ ലഹരി ഉപയോഗത്തിനെതിരെ സന്ധിയില്ലാത്ത യുദ്ധം നയിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് സുമല ആവശ്യപ്പെട്ടു. അടിസ്ഥാന വർഗ്ഗങ്ങളെ അധമവർഗ്ഗങ്ങളായി കാണുന്ന കാലങ്ങളായി തുടർന്നു വരുന്നതും തീക്ഷ്ണമായ അടിച്ചമർത്തലുകൾ പുരോഗതി പറയുന്ന വർത്തമാനകാലത്തും ഉണ്ടെന്ന് പച്ചയായി പറയുന്ന വേടനും സ്വയം ചെക്ക് വെച്ചതും ലഹരിയെ ഉപയോഗിച്ചതുകൊണ്ടാണ്. പച്ചയായി കറുത്തവൻ്റെ അധസ്ഥിത വർഗത്തിൻ്റെ വേദനകൾ പാടി സമൂഹത്തിൽ കൊടുങ്കാറ്റ് വിതയ്ക്കുന്ന വേടൻ്റെ ശബ്ദം ലഹരിയുടേതാണെന്ന് വരുത്താൻ ശ്രമിക്കുന്ന മാധ്യമ രീതിയും വിമർശിക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേറുകയും സാങ്കേതികമായുള്ള ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഭരണചരിത്രവും സ്വാതന്ത്ര്യ സമര ചരിത്രവും മാറ്റിയെഴുതുന്നു. അതിനുദാഹരണമാണ് 7ാം ക്ലാസ് പാഠ്യപദ്ധതിയിൽ നിന്നും മുഗൾ സാമ്രാജ്യം ചരിത്രം ഒഴിവാക്കി മഹാകുംഭമേള ഉൾപ്പെടുത്തുവാനുള്ള നീക്കം. BJP സർക്കാർ നാഗ്പൂരിലെ കുഴലൂത്തിനനുസരിച്ച് നടത്തുന്ന ഹീനമായ ഈ ചരിത്ര നിഷേധത്തിനെതിരെയും വിദ്യാർത്ഥികൾ ശക്തമായ സമരം ചെയ്യേണ്ടതുണ്ടെന്ന് പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് S. സുമല പറഞ്ഞു. ഡിഫറൻഷ്യേറ്റീവ് മെൻറ്റർ KA നന്ദജൻ ആക്ടിവിറ്റി ക്ലാസ് നയിച്ചു. സംസ്ഥാന സെക്രട്ടറി P. കബീർ AISF ചരിത്രവും പോരാട്ടങ്ങളെയും വിലയിരുത്തി സംസാരിച്ചു. മെൻറ്റർ നന്ദജനും ഗവൺമെൻറ് പോളിടെക്നിക് കലോത്സവത്തിൽ കലാതിലക പട്ടം കിട്ടിയ UV അപർണയ്ക്കും AISF മണ്ഡലത്തിൻ്റെ ഉപഹാരം നൽകി ആദരിച്ചു. AISF മണ്ഡലം സെക്രട്ടറി അമീൻ ഷൗക്കത്ത് സ്വാഗതം പറഞ്ഞു. CPI ജില്ലാ കൗൺസിൽ അംഗം KV ബാബു, AIYF നേതാക്കളായ സൂര്യപ്രഭ, അരുൺ ദാസ്, മണ്ഡലം വളണ്ടിയർ ക്യാപ്റ്റൻ സുരേഷ് കുമാർ, മഹിളാ സംഘം മണ്ഡലം പ്രസിഡന്റ് K. ശശിജ, സെക്രട്ടറി വസന്ത, മങ്കര CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MS. വേലായുധൻ, EP. രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ അടിസ്ഥാന വർഗത്തെ അവഗണിക്കുകയാണെന്ന് BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. പാലക്കാട്ട് BDJS ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി. കേരളത്തിന് കേന്ദ്രം അനുവദിക്കുന്ന പദ്ധതികൾ സംസ്ഥാന സർക്കാർ സ്വന്തം നേട്ടമായി പ്രചരിപ്പിക്കുകയാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. കേരളത്തിൽ ഇടത് വലത് മുന്നണികളെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് NDA വളരുന്നത്. ഇതിൽ BDJS മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ NDA വൻ വിജയം സ്വന്തമാക്കും. കേന്ദ്രത്തിൻ്റെ വികസന നിലപാടാണ് വിഴിഞ്ഞം വിജയത്തിലെത്തിച്ചത്. കേന്ദ്ര സർക്കാരിനെതിരെ അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സംസ്ഥാന സർക്കാരിനെ ആദ്യം വിലയിരുത്തണം. സാധാരണക്കാരുടെ പ്രശ്നമേറ്റെടുത്ത് BDJS മുന്നോട്ട് പോകുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ള പരിപൂർണ്ണ ബോധ്യമുള്ളവർ. മൂന്നാമത് ഇവിടുത്തെ വലിയ മുസ്ലിം സഹോദരങ്ങളെല്ലാം അതിൽ വെറും 1-1.5% ആളുകൾ തീവ്രവാദം പറയുമ്പോൾ അതിൽ 99% മുകളിലുള്ള ആളുകൾ അവിടെ ഈ രാജ്യത്ത് സുഖമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കാശ്മീരിൽ ഇത്രയും വലിയ ഒരു തീവ്രവാദ ആക്രമണം നടന്നപ്പോൾ അവിടുത്തെ മുഴുവൻ മുസ്ലിം സഹോദരങ്ങളും ഒറ്റക്കെട്ടായി അതിനെതിരെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടവരാണ്. അത് ചില ആളുകൾ കാണിക്കുന്ന വൃത്തികേടിനെ ആ സമുദായത്തെ മൊത്തം നമ്മൾ മോശം പറഞ്ഞ ഒരു കാര്യമില്ല. ഈ ചില ആളുകൾ ഉണ്ടാക്കുന്ന ഈ 1% ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നത്തെ എതിർക്കുന്നവരാണ് അതിന്റെ കൂട്ടത്തിലുള്ള പല ആളുകൾ. ചില ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് വന്നതിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഇവിടുത്തെ രാജ്യത്തെ മുസ്ലിം സഹോദരങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട്, അതുപോലെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് എല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. ഒരു കാലത്ത് എന്താണ് BDJS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രഘു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം AN. അനുരാഗ്, സന്ദീപ് പച്ചയിൽ, റോഷ്നി, രാജീവ് മാടമ്പി, R. അരവിന്ദാക്ഷൻ, A. ഗംഗാധരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്ന് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. താലൂക്കിലെ മറ്റ് പല പ്രധാന വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലാണ് മെയ് മാസത്തെ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. ഇത്തവണയും ഭൂരിഭാഗം ജനപ്രതിനിധികളുടെ അഭാവം യോഗത്തിൽ പ്രകടമായി. താലൂക്കിലെ വിവിധ ജനകീയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. കർഷകരിൽ നിന്നും രണ്ടാം വിള നെല്ല് സംഭരിച്ചതിൻ്റെ തുക മാസങ്ങൾ പിന്നിട്ടിട്ടും ലഭ്യമാകാത്തത് യോഗത്തിൽ ചർച്ചയായി. ഇതിന് ഉടൻ പരിഹാരം കാണണമെന്ന ആവശ്യമുയർന്നു. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണം, താലൂക്കിലെ ഡിജിറ്റൽ സർവേ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളിൽ ചെറിയ റോഡുകളിലേക്ക് കയറുന്ന ഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയരക്കൂടുതൽ ഇതുവഴിയുള്ള യാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട്. ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് തഹസിൽദാർ TP കിഷോർ അറിയിച്ചു.
പക്ഷേ റവന്യൂ മിനിസ്റ്റർ അതേപോലെ തന്നെ ഇതിന്റെ ഡയറക്ടർ, സർവേ ഡയറക്ടർ പിന്നെ ഇത് കൃത്യമായിട്ട് പോകണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി കൃത്യമായി പരിശോധിച്ച് എല്ലാവരുടെയും വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം പബ്ലിഷ് ചെയ്താൽ മതി എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കപ്പൂരിൽ വീണ്ടും 1 മാസത്തേക്ക് കൂടി പരിശോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് വില്ലേജുകളിലെയും നേരിട്ട് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ വരും. അപ്പോൾ എല്ലാ ആൾക്കാരെയും OTP വെച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ശേഷമാണ് ചെയ്യാൻ പാടുന്നുള്ള കർശന നിർദ്ദേശമുണ്ട്. അതല്ലെങ്കിൽ ഇതിൽ പ്രശ്നങ്ങൾ റവന്യൂ മിനിസ്റ്റർക്കും നന്നായിട്ട് അറിയാം, ഡയറക്ടർക്കും നന്നായിട്ട് അറിയാം. നല്ല ബോധമുള്ള നല്ല ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് 2 ആൾക്കാർ. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന, കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, തഹസിൽദാർ TP കിഷോർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലോട്ടറി ക്ഷാമം പരിഹരിക്കാനാണ് മുഖവില 50 രൂപയാക്കി വർദ്ധിപ്പിച്ചതെന്ന വാദം നീതിക്കും യുക്തിക്കും നിരക്കുന്നതല്ലെന്ന് കേരള ലോട്ടറി ട്രേഡേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. ബാബു. ലോട്ടറി ക്ഷാമം പരിഹരിക്കാൻ അന്യസംസ്ഥാനങ്ങളിലേക്കുള്ള ലോട്ടറി ടിക്കറ്റ് കടത്ത് തടയണമെന്നും സീരീസ് വർദ്ധിപ്പിക്കണമെന്നും C. ബാബു പാലക്കാട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ടിക്കറ്റ് ക്ഷാമം പരിഹരിക്കേണ്ടത് സീരീസ് വർദ്ധിപ്പിച്ചുകൊണ്ടാവണം. ലോട്ടറി ലോബികൾ, അന്യസംസ്ഥാന ചൂതാട്ടക്കാർ എന്നിവർക്ക് ടിക്കറ്റ് മറച്ചു വിൽക്കാതിരുന്നാൽ തന്നെ ടിക്കറ്റ് ക്ഷാമം പരിഹരിക്കാനാകും. അംഗപരിമിതർ, ലോട്ടറി വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന ഭിന്നശേഷിക്കാർ, വിധവകൾ, വയോജനങ്ങൾ തുടങ്ങിയവരെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് നിലവിലെ ലോട്ടറി നയം. സമ്മാനം വർദ്ധിപ്പിച്ചു എന്ന പ്രചരണം തട്ടിപ്പാണ്. സമ്മാനത്തുക വർദ്ധിപ്പിച്ചെങ്കിലും എണ്ണം കുറയ്ക്കുകയാണ് ചെയ്തത്. ഒരു കുടുംബത്തിലെ തന്നെ നിരവധി പേരും ബിനാമികളും ഉദ്യോഗസ്ഥ ലോബിയുടെ സഹായത്തോടെ ഏജൻസി എടുക്കുന്നത് മൂലം സാധാരണക്കാർ തഴയപ്പെടുകയാണ്. അന്യസംസ്ഥാന ലോട്ടറി മാഫിയയാണ് കേരള ലോട്ടറി നിയന്ത്രിക്കുന്നത്. ഇതിന് പരിഹാരമുണ്ടാകണം. ലോട്ടറി ക്ഷേമനിധിയിൽ നിന്ന് 7.5 കോടി രൂപയാണ് ഉദ്യോഗസ്ഥർ അടിച്ചു മാറ്റിയത്. ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും C. ബാബു ആവശ്യപ്പെട്ടു. 9 ടിക്കറ്റാണ് അടിക്കുന്നത്. അങ്ങനെ 3 തരത്തിലായാൽ 25 ടിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ മറ്റൊരു നിർദ്ദേശം കൂടി ഞങ്ങൾ വയ്ക്കുന്നുണ്ട്. 0 മുതൽ ലോട്ടറി ടിക്കറ്റ് അടിച്ചു തുടങ്ങിയ 4 × 9 36 ലക്ഷം ടിക്കറ്റ് അഡീഷണൽ ആയിട്ട് പ്രിന്റ് ചെയ്യാനുണ്ട്. ഒരു ടിക്കറ്റിന്റെ അല്ലെങ്കിൽ ക്ഷാമം ഉണ്ടായാൽ അത് അച്ചടിക്കുക അല്ലെങ്കിൽ അത് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. മുഖവില വർദ്ധിപ്പിക്കലല്ല. നമ്മുടെ സംസ്ഥാനത്തൊക്കെ തന്നെ ഭക്ഷ്യക്ഷാമം ഉണ്ടാകും. ആ ഭക്ഷ്യക്ഷാമം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിന്റെ വില കൂട്ടലല്ല, ഭക്ഷ്യോൽപാദനവും ഇറക്കുമതിയും ഉണ്ടാക്കുകയാണ്. അല്ലാതെ മുഖവില വർദ്ധിപ്പിച്ചുകൊണ്ടോ വില കൂട്ടിയതുകൊണ്ടോ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ഈ ലോട്ടറി മേഖലയിലും എടുക്കാനുള്ളത് എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. ഒരു വിലാസവുമില്ലാത്തവർക്ക് പോലും ലോട്ടറി ഏജൻസി ലഭിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. നിയമവിരുദ്ധമായ ഓൺലൈൻ വിൽപ്പന നടക്കുമ്പോൾ തന്നെ വ്യാജ പ്രിന്റിങ്ങും വിൽപ്പനയും തകൃതിയായി നടക്കുന്നുണ്ടെന്നും ഇത് തടയണമെന്നും ബാബു ആവശ്യപ്പെട്ടു. ജില്ലാ ലോട്ടറി ഓഫീസുകളിൽ വൻ തട്ടിപ്പാണ് നടക്കുന്നത്. കേരളത്തിൻ്റെ വരുമാനമാർഗമായ ലോട്ടറി മേഖലയെ തകർക്കുന്ന നയം പിൻവലിച്ചില്ലെങ്കിൽ AITUC സമരത്തിനിറങ്ങുമെന്നും C. ബാബു വ്യക്തമാക്കി. AITUC സംസ്ഥാന സെക്രട്ടറി KC ജയപാലൻ, കേരള ലോട്ടറി ട്രേഡേഴ്സ് ഫെഡറേഷൻ AITUC ജില്ലാ പ്രസിഡന്റ് M. ഹരിദാസ്, സുനിൽകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ റെയിൽവേ പോലീസും ചെറുതുരുത്തി PNNM ആയുർവേദ മെഡിക്കൽ കോളേജും സംയുക്തമായി റെയിൽവേ സ്റ്റേഷനിൽ ലഹരിക്കെതിരെ തെരുവു നാടകം സംഘടിപ്പിച്ചു. ലഹരി എന്ന മാരക വിപത്തും അതിജീവനവും എന്ന ആശയത്തിലായിരുന്നു നാടകം. റെയിൽവേ പോലീസ് SI അനിൽ മാത്യു ഉദ്ഘാടനം ചെയ്തു. 6 മാസം നീണ്ടു നിൽക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇത്തവണ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും റെയിൽവേ പോലീസും കഴിയുകയും അതിയായ സന്തോഷമുണ്ട്. ഇതിന് സൗകര്യം ഒരുക്കി തന്ന ഷൊർണൂർ റെയിൽവേ അധികൃതരോടാണ് ആദ്യമായി നന്ദി പറയാനുള്ളത്. അപ്പോൾ ഞങ്ങളോടൊപ്പം കൈകോർക്കാനായിട്ട് ചെറുതുരുത്തി PNNM ആയുർവേദ മെഡിക്കൽ കോളേജാണ്. അതിലെ എല്ലാ ടീച്ചർമാർക്കും അതിലെ കുട്ടികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കും. PNNM ആയുർവേദ മെഡിക്കൽ കോളേജിലെ BAMS ബിരുദ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിലാണ് തെരുവു നാടകം അവതരിപ്പിച്ചത്. Así me entendí fuerte leyendo un
വർദ്ധിച്ചു വെച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ മാതാപിതാക്കളുടെയും ഉത്കണ്ഠയും ഒരു ഭയം കൂടിയാണ് ഈ ഇത്രയധികം നമ്മുടെ ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്നത്. അപ്പം അതിനെതിരെ ഒരു ബോധവൽക്കരണം കൂടി അതിനുവേണ്ടി ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ഷൊർണൂർ റെയിൽവേ പോലീസിനോട് പ്രത്യേകം നന്ദി ഞങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. PNNM കോളേജ് സ്വസ്ഥവൃത്തം വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ AV സ്മിത സ്വാഗതം പറഞ്ഞു. SIമാരായ ഹരിദാസ്, ജയപ്രകാശ് എന്നിവർ ആശംസകൾ അറിയിച്ചു. PNNM ആയുർവേദ കോളേജ് രോഗനിദാനം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ CJ ജോത്സ്ന നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂരിൽ ജ്വാലയുടെ സ്നേഹാദരം. കേരളത്തിലെ ആദ്യ മാലിന്യമുക്ത നഗരസഭയായി ഷൊർണൂരിനെ മാറ്റുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചവരെയാണ് ആദരിച്ചത്. സ്നേഹാദരം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആദ്യ മാലിന്യമുക്ത നഗരസഭ എന്നതിനു പുറമെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ ജില്ലയിൽ 1-ാം സ്ഥാനവും പ്ലാൻ ഫണ്ട്, SC ഫണ്ട് നിർവഹണത്തിൽ 100% വിനിയോഗവും, നികുതി പിരിവിൽ ജില്ലയിൽ 1-ാം സ്ഥാനം തുടങ്ങി നിരവധി നേട്ടങ്ങൾ കൈവരിച്ചതിനാണ് ഷൊർണൂർ നഗരസഭയെ ജ്വാല ഷൊർണൂർ ആദരിച്ചത്. ഇതോടൊപ്പം പാലക്കാട് ജില്ലയിലെ മികച്ച ഹരിതകർമ്മസേനയായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരസഭ ഹരിതകർമ്മസേനാംഗങ്ങളെയും നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളിലെ സജീവ പങ്കാളികളായ ശുചീകരണ തൊഴിലാളികളെയും ആദരിച്ചു. ജ്വാല പ്രസിഡന്റ് S കൃഷ്ണദാസിന്റെ അധ്യക്ഷതയിൽ സ്നേഹാദരത്തിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി നിർവഹിച്ചു. ഇതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണെന്നർത്ഥം. ഈ മാലിന്യമുക്തമാകുന്ന ഒരു പ്രദേശം, ഒരു ഗ്രാമം, ഒരു പട്ടണം ഉണ്ടാകണമെന്ന് അതിന്റെ ആശയം പ്രായോഗിക തലത്തിൽ രൂപപ്പെടുത്തി ഭരണതലത്തിൽ നടപ്പാക്കാൻ വേണ്ടി ആരംഭിച്ച സന്ദർഭത്തിൽ അതിനൊക്കെതിരായിട്ടുള്ള ഒട്ടേറെ എതിർപ്പുകളും പ്രതിഷേധങ്ങളും എല്ലാം ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. സമൂഹ നന്മക്ക് വേണ്ടിയാണ് മാലിന്യമുക്തമായ ഒരു പ്രദേശം, ഒരു ഗ്രാമം, ഒരു നാട്, ഒരു തെരുവ്. അതൊരു മുനിസിപ്പാലിറ്റി ആകുമ്പോൾ മുനിസിപ്പാലിറ്റി പരിധിയിൽ വരുന്ന 10-31 വരുന്ന വാർഡുകളുള്ള പ്രദേശങ്ങൾ, ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള തീരുമാനങ്ങൾ എടുക്കുക, ഭരണതലത്തിലുള്ള നടപടികൾ സ്വീകരിക്കുക, അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ ഇടപെടൽ നടത്തുക തുടങ്ങിയ കർമ്മനിരതമായ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമേ അത് സാധ്യമാവൂ. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, സെക്രട്ടറി PS രാജേഷ്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, സ്ഥിരം സമിതി അംഗങ്ങളായ SG മുകുന്ദൻ, KM ലക്ഷ്മണൻ, ജിഷ, ഫാത്തിമത്ത്, ഫർസാന എന്നിവർ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി സംസാരിച്ചു. ജ്വാല സെക്രട്ടറി KT ജോർജ് സ്വാഗതവും ട്രഷറർ TR സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 6 മാസം പ്രായമുള്ള പിഞ്ചു ബാലന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നാട്ടുകാരുടെ സഹായം തേടുകയാണ് മുള്ളൂർക്കര വാഴക്കോട്ടുള്ള ഒരു പറ്റം ഓട്ടോ തൊഴിലാളികൾ. തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ വയലേല വീട്ടിൽ ഗോപിനാഥൻ്റെ മകൻ 6 മാസം പ്രായമുള്ള ദൈവിക് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. 35 ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി കണ്ടെത്തേണ്ടത്. ഓട്ടോ തൊഴിലാളി സംഘടന പ്രസിഡന്റ് PB സുലൈമാൻ, സെക്രട്ടറി KM കബീർ, ട്രഷറർ TM ഷിഹാബുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചികിത്സാ ധനസഹായ സമാഹരണം നടത്തുന്നത്. തൊട്ടടുത്തുള്ള വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന മണലിത്തറയിൽ ഒരു ഓട്ടോ ഡ്രൈവറുടെ ചെറിയൊരു 6 മാസം പ്രായമുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ കരൾ മാറ്റിവെക്കലിന് വേണ്ടിയിട്ടാണ് വാഴക്കോട് ഓട്ടോ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്നലെയും ഇന്നും നാളെയുമായി 3 ദിവസം എടുത്തുകൊണ്ടുള്ള ബക്കറ്റ് പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇന്നലെ നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ സുമനസ്സുകളുടെ സഹായത്താൽ ഞങ്ങൾക്ക് കിട്ടി. ഏകദേശം 58,262 രൂപ ഇന്നലെ ക്യാഷായി ലഭിച്ചു. കൂടാതെ ഗൂഗിൾ പേ വഴിയും ഒരുപാട് ആളുകൾ അതുവഴിയും ക്യാഷ് അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ നല്ലൊരു കൂട്ടായ്മ നമ്മുടെ ഈ വാഴക്കോട് സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകൾക്കും ഒരു
മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തനമാണ്. വടനംകുറിശി ആരഭി കലാസമിതി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ബാലവേദി അംഗങ്ങൾക്കുള്ള വേനൽ അവധിക്കാല ക്യാമ്പ് തുടങ്ങി. 10 ദിവസത്തെ ക്യാമ്പിൽ 100ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. പൂക്കാം തളിർക്കാം എന്ന തലക്കെട്ടിലാണ് വടാനംകുറിശി ആരഭി ഗ്രന്ഥശാലയിൽ ബാലവേദി കുട്ടികൾക്കുള്ള അവധിക്കാല ക്യാമ്പിന് തുടക്കം കുറിച്ചത്. CR ദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടരെ വാനോളമെത്തുവാൻ കൂട്ടുകാരെ, പക്ഷെ കൂട്ടുകാരെ വാനോളെത്തിയാൽ പോരാ, പ്രപഞ്ചത്തോളം എത്തിയാൽ പോരാ, പ്രപഞ്ചങ്ങളോളം നിങ്ങൾ എത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഉദ്ഘാടനം ഇപ്പം ഞാൻ കുട്ടികളുടെ അടുത്ത്, ഞാൻ FB പോസ്റ്റിലും എഴുതുന്നുണ്ട്, കുട്ടികളുടെ അടുത്ത് കഥയും കവിതയും കുട്ടികൾക്ക് മുതിർന്നവരും ഞങ്ങൾക്ക് കളിയും ചിരിയും എല്ലാവർക്കും എന്നാണ് ഇപ്പം അതിൽ അവതരിപ്പിക്കുന്നത്. അതിൽ ഒരു ചെറിയ കഥയും ഒരു പാട്ടും പാടി നമുക്ക് ഇത് ഉദ്ഘാടനം ആദ്യം നിർവഹിക്കാം. ചിരിക്കുവിൻ കൂട്ടുകാരെ, ഒന്നു ചിരിക്കുവിൻ കൂട്ടുകാരെ, നമ്മൾ ഒന്നായി ചിരിക്കുവിൻ കൂട്ടുകാരെ. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ദർശന മുഖ്യാതിഥിയായിരുന്നു. സത്യനാഥൻ മാസ്റ്റർ, ജലജ ശശികുമാർ, വനിതാവേദി പ്രസിഡന്റ് പത്മശ്രീ ഹരിദാസൻ, ദീപ എന്നിവർ സംസാരിച്ചു. മെയ് 11 വരെയാണ് ക്യാമ്പ്. കവിതാരചന, കഥാരചന, ചിത്രരചന, നാടകക്കളരി, നാടൻപാട്ട് തുടങ്ങിയവയാണ് ക്യാമ്പിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ചിരിക്കുന്നത്. വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെയാണ് ക്യാമ്പ്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ആരഭി പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള 100ഓളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. കുട്ടികളുടെ സർഗശേഷി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരഭി കലാസമിതി ഗ്രന്ഥശാലയാണ് വേനൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ പൂരത്തിന് 3 ദിവസം മാത്രം ശേഷിക്കെ തേക്കിൻകാട് മൈതാനിയിൽ നടന്നുവരുന്ന പൂരം പ്രദർശനത്തിന് തിരക്കേറുന്നു. പൂരം നടത്തിപ്പിക്കുന്ന വരുമാന സ്രോതസ്സായ പ്രദർശനത്തിൽ നാട്ടുവിപണി മുതൽ അറിവുകൾ സമ്മാനിക്കുന്ന ISRO ഉൾപ്പെടെ ഒട്ടേറെ പവലിയനുകളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. തൃശൂർ പൂരാവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു. മെയ് 6 നടക്കുന്ന തൃശൂർ പൂരത്തിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ പൂരനഗരിയിലേക്കും പൂരം പ്രദർശനത്തിലേക്കും ജനങ്ങളുടെ ഒഴുക്കാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വസ്ത്ര കരകൗശല വസ്തുക്കളുടെ വിപണി മുതൽ വിജ്ഞാനപ്രദമായ ISROയുടെ സ്റ്റാൾ വരെ പൂരനഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം പോലീസ്, ഗുരുവായൂർ ദേവസ്വം, തൃശൂർ കോർപ്പറേഷൻ, കേരള വെറ്റിനറി സർവകലാശാല, എക്സൈസ് വകുപ്പുകളുടെ പവലിയനുകളും ഒരുക്കിയിട്ടുണ്ട്. പോലീസ്, എക്സൈസ് പവലിയനുകൾ പ്രദർശനത്തിനെത്തുന്നവർക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണവും സന്ദേശവും നൽകുന്നു. വിനോദവും വിജ്ഞാനവും നൽകുന്ന പ്രദർശനം ജനം ഏറ്റെടുത്തു കഴിഞ്ഞു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ പ്രദർശനം കാണാൻ തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇക്കുറി 180ലധികം സ്റ്റാളുകളും 80 പവലിയനുകളും പ്രദർശനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. റോബോട്ടിക് മൃഗപ്രദർശനവും സൂപ്പർ റിയാലിറ്റി 5D ഡോം തിയേറ്ററും പ്രദർശനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പൂരം പ്രദർശനത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ എല്ലാ വൈകുന്നേരവും സാംസ്കാരിക പരിപാടികളും അരങ്ങേറുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവിതത്തിനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് യാക്കോബായ സുറിയാനി സഭ കാത്തോലിക്ക ബാവ ആംബുൻ മോർ ബസേലിയോസ് ജോസഫ് പറഞ്ഞു. ചേലക്കര വട്ടുള്ളി സെൻറ് ജോർജ് ബേത്ലഹേം യാക്കോബായ പള്ളിയുടെ കീഴിൽ പുതുക്കിപ്പണിത കുരിശുപള്ളിയുടെ കൂദാശകർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപകാലത്ത് സംസ്ഥാനത്തുടനീളം വന്യജീവികൾ മനുഷ്യജീവനെടുത്ത സംഭവങ്ങൾ നിരവധിയാണ്. സാധാരണക്കാരായ കർഷകർക്ക് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷിക്കുന്നതിന് ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുവതലമുറ ലഹരിക്കടിമയാണ്. സമൂഹത്തെ കൂടുതൽ മലീമസമാക്കുന്നത് ലഹരിയാണ്. തിന്മയെ സ്വീകരിക്കുന്ന സമൂഹമാണ് എന്നുള്ളത്. അന്ധകാരത്തിലേക്ക് പോയ ജനത വെട്ടിവിളങ്ങുന്ന പ്രകാശത്തിലേക്ക് വരേണ്ടതുണ്ട്. നന്മ കൊണ്ട് തിന്മയെ കീഴ്പ്പെടുത്തുന്നവരായി മനുഷ്യൻ മാറിയാൽ സമൂഹം മാറുമെന്നും നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ പ്രാർത്ഥനകൾ കൊണ്ട് കഴിയുമെന്നും ബാവ പറഞ്ഞു. ഇങ്ങനെ പോവുകയാണെങ്കിൽ, അതായത് ഗവൺമെന്റ് ശക്തമായ ഇടപെടൽ നടത്തി കേരളത്തിന്റെ തീരദേശത്തുള്ള മനുഷ്യരെ ഉരിമുട്ട് കെട്ടി സംരക്ഷിക്കുന്നത് പോലെ മലയോര കാർഷിക മേഖലയിൽ, ജനവാസ മേഖലയിൽ അതിനുള്ളതായ കോൺക്രീറ്റ് വേലികൾ കെട്ടി, മതിലുകൾ കെട്ടി
മൃഗങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ അണ്ടർപാസ് ഉണ്ടാക്കി. അധിവാസ ഭൂമിയിൽ അവർ അധിവസിക്കുന്ന വനമേഖലയിൽ, അതിൻ്റെ ഉൾവനങ്ങളിൽ അവർക്ക് ഭക്ഷിക്കാനുള്ള വൃക്ഷങ്ങളും എപ്പോഴും കുടിക്കാനുള്ള വെള്ളവും അവിടെ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ ആനകളും ഈ മൃഗങ്ങളും ഒന്നും നമ്മുടെ ഇവിടേക്ക് വരത്തില്ല, നാട്ടിലേക്ക് ഇറങ്ങി വരത്തില്ല എന്നാണ് ശാസ്ത്രീയമായ പഠനം പറയുന്നത്. അതിലേക്ക് വലിയ കോടിക്കണക്കിന് രൂപ മുതലിറക്കണം. കടക്കണിയിലായിരിക്കുന്ന കേരള സംസ്ഥാനത്തിന് എന്തുമാത്രം ചെയ്യാൻ പറ്റും നമുക്ക് ഊഹിക്കാവുന്നത്. അവിടെയാണ് സെൻട്രൽ ഗവൺമെന്റിനൊക്കെ ഈ കാര്യത്തിൽ അതിശക്തമായ നിലപാടുകളും അങ്ങനെയുള്ളതായ ആക്ഷൻ പ്ലാൻസിലേക്കും സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ആലോചിച്ച് വരണം. തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലീമീസ്, വികാരി ഫാദർ തോമസ് നെടിയാപാലയ്ക്കൽ, മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ തോമസ് വെട്ടിക്കാട്ടിൽ, മേഖലയിലെ ഇടവക വികാരിമാർ എന്നിവർ കൂദാശ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ശ്രേഷ്ഠ കത്തോലിക്ക ആബൂൻ മോർ ബസലിയോസ് ജോസഫ് പ്രഥമൻ ബാവയ്ക്ക് ചേലക്കര വട്ടുള്ളിയിൽ സ്വീകരണം നൽകി. ജില്ലയിലെ ആദ്യത്തെ സ്വീകരണമായിരുന്നു വട്ടുള്ളിയിൽ നൽകിയത്. സ്വീകരണ സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ചേലക്കര വട്ടുള്ളി സെന്റ് ജോർജ് ബേത്ലഹേം യാക്കോബായ സുറിയാനി പള്ളിയിൽ ശ്രേഷ്ഠ കത്തോലിക്ക ബാവ ആബൂൻ മോർ ബസലിയോസ് ജോസഫിനുള്ള സ്ഥാനാരോഹണത്തിന് ശേഷം തൃശൂർ ജില്ലയിലെ ആദ്യ സ്വീകരണവും അനുമോദന സമ്മേളനവുമാണ് നടന്നത്. തൃശൂർ ഭദ്രാസന മെത്രോപ്പൊലീത്ത കുര്യാക്കോസ് മോർ ക്ലീമീസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം E വേണുഗോപാല മേനോൻ, മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ തോമസ് വെട്ടിക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. ഇടവക വികാരി ഫാദർ തോമസ് നെടിയാപാലയ്ക്കൽ, മാരാംകുന്ന് ഭാഗത്ത് പുതുക്കിപ്പണിത കുരിശുപള്ളിയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഷാജി മംഗലശ്ശേരി, 32 വർഷത്തോളമായി സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായി സേവനമനുഷ്ഠിച്ച തങ്കച്ചൻ മംഗലശ്ശേരി എന്നിവരെയും ചടങ്ങിൽ ബാവ ആദരിച്ചു. ഭദ്രാസന വൈദിക സെക്രട്ടറി ഫാദർ ബേസിൽ കൊല്ലാർമാലയിൽ, ഭദ്രാസന സെക്രട്ടറി ഫാദർ ബേസിൽ ബേബി തെക്കുമഠത്തിൽ എന്നിവർ പങ്കെടുത്തു. ജോസ് ചെള്ളിക്കാട്ടിൽ നന്ദി പറഞ്ഞു. മേഖലയിലെ ഇടവകകളിൽ നിന്നുമുള്ള വൈദികർ, വിശ്വാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കത്തോലിക്ക ബാവ സ്ഥാനം ഏറ്റെടുത്ത ശേഷം തൃശൂർ ഭദ്രാസനത്തിന് കീഴിൽ ആദ്യത്തെ പരിപാടിയാണ് വട്ടുള്ളി കുരിശുപള്ളിയിലെ കൂദാശയും സ്വീകരണ ചടങ്ങും. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുളപ്പള്ളി ഫെസ്റ്റിന്റെ ഭാഗമായി പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മിനി മാരത്തൺ സംഘടിപ്പിച്ചു. ടീം കൗബോയ്സിന്റെ നേതൃത്വത്തിലാണ് മാരത്തൺ സംഘടിപ്പിച്ചത്. ജെറിൻ ജോൺസൺ, ടിനോ ഷൊർണൂർ എന്നിവരാണ് മാരത്തൺ നയിച്ചത്. ഷൊർണൂർ CSI ചർച്ച് റവറൻഡ് ഷിനു എബ്രഹാം ഫ്ലാഗ് ഓഫ് ചെയ്തു. മഹത്വമുണ്ടാകട്ടെ. ഈ കുളപ്പള്ളി ഫെസ്റ്റിന്റെ കൗബോയ്സ് എന്ന ടീം നമ്മുടെ പഹൽഗാമിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാരത്തോൺ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സഹോദരങ്ങൾ എന്നൊന്നും മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൂടെയാണ്. ക്ലബ്ബ് രക്ഷാധികാരി അഷ്കർ, ഫെസ്റ്റ് പ്രസിഡന്റ് MC ജലാൽ, ആഷിഖ് തോണിക്കടവിൽ, ക്ലബ്ബ് സെക്രട്ടറി റമീസ് സലാം, പ്രസിഡന്റ് സുജിത്ത് എന്നിവർ നേതൃത്വം നൽകി. സഹോദരങ്ങൾക്കും അതേപോലെ തന്നെ നമ്മുടെ അവരുടെ കുടുംബങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ടീം ക്ലബ്ബായിട്ടുള്ള ടീം കൗബോയ്സിൻ്റെ നേതൃത്വത്തിൽ ടീമിൻ്റെ നേതൃത്വത്തിലുള്ള ഈ മാരത്തോൺ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. പൊതുവാൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാരത്തൺ റെയിൽവേ സ്റ്റേഷൻ, ഷൊർണൂർ ടൗൺ ചുറ്റി കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സമാപനം വാർഡ് കൗൺസിലർ TK ബഷീർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര മിനി ശബരിമലയിൽ ആദിശങ്കര ജയന്തി ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചടങ്ങിൽ ശ്രീപീഠം സമർപ്പണവും നടന്നു. ജയന്തി ദിനാഘോഷ പരിപാടികൾ മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ശ്രീ പഞ്ചദശനാമ ആവാഹൻ അഖാഡയുടെ ദക്ഷിണ ഭാരതത്തിലെ ആദ്യ മഹാമണ്ഡലേശ്വർ സ്വാമി ഡോക്ടർ പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് മഹാമണ്ഡലേശ്വര പീഠം സമർപ്പിച്ചു. ആദിശങ്കര ജയന്തി ദിനത്തിൽ മങ്കര മിനി ശബരിമലയിലാണ് ദക്ഷിണ ഭാരതത്തിലെ ഈ വിശേഷാൽ ചടങ്ങ് നടന്നത്. ജയന്തി ദിനാഘോഷ പരിപാടികൾ മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കുംഭമേള നടന്നപ്പോൾ 1 മാസത്തോളം കാലം നമ്മൾ പേപ്പറിൽ ഉൾപ്പെടെ നിറഞ്ഞു നിൽക്കുന്ന സ്വാമിയെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ രാമക്ഷേത്ര പ്രതിഷ്ഠാ സമയത്ത് പ്രധാനമന്ത്രി വരുന്ന ചടങ്ങുകളിൽ ഉൾപ്പെടെ മങ്കരയെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിലും മഹാമണ്ഡലേശ്വരനെ പ്രതികരിച്ച് സ്വാമി അവിടെ എത്തിയത് മങ്കരയുടെ അഭിമാനമാണ് എന്ന കാര്യത്തിൽ നമുക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഇതിനേക്കാൾ ഒക്കെ ഉപരി ഇന്നിവിടെ അദ്ദേഹം പറയാത്ത ഒരു കാര്യമുണ്ട്, അല്ലേ? അദ്ദേഹം എന്തായി മാറുകയാണ് ഇന്നു മുതൽ
സീനിയർ സിറ്റിസണായി മാറുകയാണ് ഗവൺമെന്റ്. സന്തോഷത്തോടെ, കുഴപ്പമൊന്നുമില്ല, സന്തോഷം കൊണ്ടാണ്. 60ാം പിറന്നാൾ ആഘോഷിക്കുമ്പോ തീർച്ചയായിട്ടും നമ്മളത് ഒപ്പം കൂടുക എന്ന ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ്. എനിക്കിത് പൂർണ്ണമായിട്ട് ഈ വക ചടങ്ങുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അച്ചോട് എന്നെ കണ്ടു, വരണട്ടോ പറഞ്ഞു, ഞാനിങ്ങോട്ട് വന്നു. അമ്പാടി നാരായണീയ ഏകോപന സമിതി ആചാര്യൻ അമ്പാടി സതീഷ് അധ്യക്ഷത വഹിച്ചു. തന്ത്രി പനാവൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യാതിഥിയായിരുന്നു. പാലക്കാട് വിജ്ഞാന രമണീയാശ്രമം ഡയറക്ടർ ഡോക്ടർ സ്വാമിനാഥൻ, സനാതന ധർമ്മ നവോത്ഥാന സമിതി പ്രസിഡന്റ് മോഹൻദാസ്, വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ്, തിരുവനന്തപുരം മലയൻകീഴ് ആശ്രമ മഠാധിപതി രാജേന്ദ്രാനന്ദ സരസ്വതി, പന്തിരുകുലം ആചാര്യൻ സ്വാമി ശിവാനന്ദ, മാതാജി വസന്താനന്ദ സരസ്വതി, മാതാജി ദേവി സംഗമേശാനന്ദ സരസ്വതി, സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി, എം.ബി. അച്യുതൻകുട്ടി, കിഷോർ ശാന്തി ബ്രഹ്മചാരി, സുരേഷ് ചൈതന്യ, ദണ്ഡപാണി അയ്യർ തുടങ്ങി സന്യാസ ശിഷ്യരും ഗൃഹസ്ഥ ശിഷ്യരും ഭക്തജനങ്ങളുമായി നിരവധി പേർ പങ്കെടുത്തു. കേരളത്തിലെ വിവിധ മഠങ്ങളിലെ ആചാര്യന്മാർ സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ സ്വാമി കിഷോർ ശാന്തി, സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി എന്നിവരെയും ആദരിച്ചു. വേദപാരായണം, നാരായണീയ പാരായണം, സത്സംഗം, ആദരിക്കൽ, യതിപൂജ, തിരുവാതിരക്കളി, അന്നദാനം എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടനംകുറിശി വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് രാവിലെ മഹാഗണപതി ഹോമം, ചന്ദനക്കാപ്പ്, ഉദയാസ്തമന പൂജ, കലശാഭിഷേകം, ഭഗവാന്റെ ഇഷ്ടനിവേദ്യമായ പാൽപായസ സമർപ്പണം എന്നിവ നടന്നു. ബ്രഹ്മശ്രീ കരിയന്നൂർ ഭവത്രാധരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രദേശത്തെ നിരവധി ഭക്തജനങ്ങൾ ദർശനത്തിനായി എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വടനംകുറിശി ചെമ്മഞ്ചേരി ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. നവകം, പഞ്ചഗവ്യം, ബ്രഹ്മകലശം എന്നിവ നടന്നു. ബ്രഹ്മശ്രീ കരിയന്നൂർമന ഭവത്രാധൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കർഷക സമരത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച സൈതാലിക്കുട്ടിയെ ഞായറാഴ്ച വിളയൂരിൽ അനുസ്മരിക്കും. സൈതാലിക്കുട്ടി മരിച്ചു വീണ സ്ഥലത്ത് CPIM നിർമ്മിച്ച സ്തൂപത്തിന്റെ സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടക്കുമെന്ന് കർഷക സംഘം നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിളയൂരിൽ കർഷക സമരത്തിനിടെ രക്തസാക്ഷിത്വം വരിച്ച സൈതാലിക്കുട്ടിയുടെ 56ാമത് രക്തസാക്ഷിത്വ ദിനാചരണമാണ് ഞായറാഴ്ച കൂരാച്ചിപ്പടിയിൽ നടക്കുന്നത്. ഇതോടൊപ്പം സൈതാലിക്കുട്ടി മരിച്ചു വീണ സ്ഥലത്ത് നിർമ്മിച്ച രക്തസാക്ഷി സ്തൂപത്തിൻ്റെ സമർപ്പണം ഞായറാഴ്ച നടക്കും. CPM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ MP അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രക്തസാക്ഷി ദിനം, 55ാമത് വാർഷിക ദിനം നാളെ വിളയൂരിലെ പാർട്ടി വളരെ ആദരപൂർവ്വം ആചരിക്കുന്നു. ഈ വർഷത്തെ സീതാലിക്കുട്ടി ദിനാചരണത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം മരിച്ചു വീണ സ്ഥലത്ത് ആ സ്ഥലത്തിനോട് ഉടമസ്ഥനായിരുന്ന സഖാവ് ചെള്ളി 4 സെൻറ്റ് സ്ഥലം പാർട്ടിയുടെ രക്തസാക്ഷി സ്തൂപം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നിരുന്നു. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ M. മുരളി, KV. ഗംഗാധരൻ, M. മണികണ്ഠൻ, രാജൻ പുന്നശ്ശേരി, സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മാറ്റൊലി. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റം ഉടനുണ്ടാകും. ഇക്കാര്യത്തിൽ വ്യക്തമായ സന്ദേശം KPCC അധ്യക്ഷൻ K. സുധാകരന് പാർട്ടി ഹൈക്കമാൻഡ് കൈമാറിയിരിക്കുന്നു. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തകരുടെ പ്രതീക്ഷയ്ക്കൊത്തുയരുവാൻ K. സുധാകരന് കഴിഞ്ഞിട്ടുണ്ടോ? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. KPCC പ്രസിഡന്റ് മാറണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പാലക്കാട് BJPക്കെതിരെ കൊലവിളി രാഷ്ട്രീയത്തിനെതിരെ വന്നിട്ട് നന്നായി പ്രതികരിച്ചു KPCC പ്രസിഡന്റ്. അത് യുവാക്കളായിട്ടുള്ള കോൺഗ്രസ്സുകാർക്കും അനുഭാവികൾക്കും നല്ല ആവേശമുണ്ട്. അത് നിലനിർത്തട്ടെ എന്നാണ് അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നന്നോ എന്നൊന്നും വെച്ചുകൊണ്ട്
നിഷ്പക്ഷമായിട്ടുള്ള ചില കോൺഗ്രസ്സുകാരുമായി സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ KPC പ്രസിഡന്റ് ആവുന്നതിൽ നിന്നുള്ള ഒരു പ്രകടനമല്ല KPC പ്രസിഡന്റ് ആയപ്പോൾ എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പ്രവർത്തകർക്ക് പോലും മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ RSSന്റെ ശാന്തിക്ക് കാവൽ നിന്നിട്ടുണ്ട്, ഇനിയും വേണ്ടി വന്നാൽ നിൽക്കും എന്ന് പറയുന്ന ഒരു KPC പ്രസിഡന്റ്. അതിനു പുറമെ എന്നെ KPC പ്രസിഡന്റ് ആകാൻ വേണ്ടി അതാക്കിയിട്ടില്ലെങ്കിൽ മറ്റു വഴികൾ തേടും എന്ന് പറഞ്ഞ് KPC പ്രസിഡന്റായി വന്ന ശേഷവും ഒരു സംഘപരിവാർ മനസ്സ് ഉണ്ട് എന്നാണ് കോൺഗ്രസിലെ തന്നെ അണികൾ പറയാതെ പറയുന്നതും രഹസ്യമായി പറയുന്നതും. പ്രധാന വാർത്തകൾ വീണ്ടും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ദുരന്തത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് കെ മുരളീധരൻ. സ്വയം രാജിക്ക് തയ്യാറായില്ലെങ്കിൽ വീണ ജോർജിനോട് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടണം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട കാര്യമില്ലെന്നും കെ മുരളീധരൻ. കെ സുധാകരൻ മാറണമെന്ന് തനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല. പുതിയ പ്രസിഡന്റ് ജനങ്ങൾക്ക് ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയുന്ന ആളാകണമെന്നും മുരളീധരൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ദുരന്തം ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചയെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യത്തിലല്ല. VD സതീശൻ ചടങ്ങ് ബഹിഷ്കരിച്ചത് തലയിൽ ആൾതാമസമില്ലാത്തതുകൊണ്ടെന്നും കെ സുരേന്ദ്രൻ. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 180 ഗ്രാം രാസലഹരിയുമായി ഡാർക്ക് മർച്ചന്റ് ദീപക്കും യുവതിയും അറസ്റ്റിൽ. തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ ലഹരിവേട്ടകളിൽ ഒന്നെന്ന് പോലീസ്. ഭാരതീയ സംസ്കാരം എക്കാലത്തും പുതുമയോടെ നിലനിൽക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും എല്ലാവരുടെയും ക്ഷേമം ലക്ഷ്യം വെക്കുന്നതുമാണെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ജാതി ചോദിച്ച് മതം തിരിച്ച് കൊലവാളെടുക്കുന്ന ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കാൻ ഭാരതീയന് കഴിയണം. മാത്തൂരിൽ നടന്ന പൈതൃക ജില്ലാ പാലക്കാട് 2025 പരിപാടി ശ്രദ്ധേയമായി. വിഴിഞ്ഞം കേന്ദ്ര സർക്കാരിന്റെ കുഞ്ഞു തന്നെയെന്ന് തുഷാർ വെള്ളാപ്പള്ളി. ഇപ്പോൾ പലരും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ NDA മുന്നേറ്റമുണ്ടാക്കുമെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ പ്രചരണം ആരംഭിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി. തച്ചനാട്ടുകരയിൽ കുഞ്ഞിനെയെടുത്ത് അമ്മ കിണറ്റിൽ ചാടിയ സംഭവത്തിൽ കുഞ്ഞ് ചികിത്സയിലിരിക്കെ മരിച്ചു. 2.5 വയസ്സുള്ള കുഞ്ഞിനെയെടുത്ത് അമ്മ കിണറ്റിൽ ചാടിയത് ഇന്നലെ രാത്രി. പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കുഞ്ഞു മരിച്ചത് രാവിലെ. 17ാമത് നാഷണൽ ജൂനിയർ ഡോഡ്ജ് ബോൾ ചാമ്പ്യൻഷിപ്പിന് പട്ടാമ്പി മുതുതലയിൽ തുടക്കം. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് 20 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾ. കൊടും ചൂടിലും മത്സരങ്ങൾ ആവേശകരം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.